വഴിവിളക്കുകൾ പ്രകാശിക്കാതെയും ക്യാമറകളില്ലാതെയും കൊല്ലത്തെ അഷ്ടമുടി കായലിന് മുകളിലൂടെയുള്ള ഓലയിൽ കടവ് പാലം. ഇതോടെ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുകയാണ് ഇവിടം. ഇതുവഴി പോകുന്ന കാൽനടയാത്രക്കാരും ഭീതിയിലാണ്. നിരവധി പ്രതിഷേധങ്ങളുണ്ടായിട്ടും വർഷങ്ങളായി പണി പൂർത്തിയാവാതെ അടഞ്ഞുകിടന്നിരുന്നു ഈ പാലം. ഈയിടെ CPM സമ്മേളന കാലത്താണ് നേതാക്കളുടെ സൗകര്യാർത്ഥം പാലം തുറന്നു നൽകുന്നത്. എന്നാൽ രാത്രിയിൽ ഇതുവഴി സമാധാനത്തോടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. വഴിവിളക്കുകളൊന്നും പ്രകാശിക്കില്ല, ക്യാമറകളുമില്ല. ഇതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെടുമ്പോൾ PWD കൊല്ലം കോർപ്പറേഷനെയും കോർപ്പറേഷൻ PWDയെയും പഴിചാരുന്ന സമീപനമാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികളുമൊത്ത് നിരവധി പേരാണ് കായലിന്റെ ഭംഗി ആസ്വദിക്കാനായി ഇവിടേക്കെത്തുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കായി അടിസ്ഥാനപരമായ കാര്യങ്ങൾ കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ തുറന്നു കൊടുത്തപ്പോൾ ഈ പാലം ചെയ്തു കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ഒന്നും ചെയ്യാതെ, അതിന് ഈ കായലിന്റെ ചുറ്റുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടാതെ, ഒന്നും ചെയ്ത് ഒരു ക്യാമറ പോലും വെക്കാതെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് പൊതുജനങ്ങൾക്ക് പകല് വരുമ്പോൾ കാണാൻ പറ്റുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഉണ്ട്. പക്ഷേ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിന്റെ പ്രകാശത്തിലൂടെ മാത്രമേ ഇതിലേക്കൂടി പോകാൻ പറ്റൂ. സാമൂഹ്യ വിരുദ്ധ ശല്യം, പട്ടികളുടെ ശല്യം. എനിക്കിപ്പോൾ തോന്നുന്നു ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നാണ് മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് പട്ടികളുടെ ശല്യം, പൊതുജനങ്ങൾക്ക് നടന്നു വരാനും ഇവിടെ നിൽക്കാനും ഒരു ഭയം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കാണുമ്പോൾ ഈ കൈവരി കൂടെ ഇപ്പോൾ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-20 മിനിറ്റിന് മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ്, വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇതൊരു പക്ഷേ രാത്രിയിലായിരുന്നു എങ്കിൽ ഈ വരുന്ന ഒരു വാഹനത്തിന്റെ വെളിച്ചത്തിൽ കൂടി മാത്രമേ ഒരാൾ കിടക്കുന്നതോ അല്ലെങ്കിൽ ഈ പാലത്തിൽ കൂടെ അങ്ങ് പുറത്തു പോയി വീഴുകയാണെങ്കിലോ ആരും അറിയത്തില്ല. ഒരു സ്കൂട്ടർ മാത്രം ഇരിക്കുന്നതേ നമുക്കറിയാൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസം ഈ പാലത്തിൽ ഒരു അപകടമുണ്ടായി. പോലീസ് പട്രോളിംഗ് ഉണ്ടെങ്കിലും പ്രകാശമില്ലാത്തതിനാൽ അവരും പൊറുതിമുട്ടി. ക്യാമറ ഇല്ലെന്ന് കണ്ട് ഇവിടെ രാത്രികാലങ്ങളിൽ മാലിന്യം കൊണ്ട് തള്ളുന്നവരുമുണ്ട്. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കോർപ്പറേഷനാണ് ഇത് ചെയ്യേണ്ടുന്നത്. കോർപ്പറേഷൻ്റെ എന്താ പറയുക അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് ഇടാൻ കഴിയത്തുള്ളൂ. പിന്നെ ഈ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ഥിരമായി നടക്കുന്ന ഒരാളാണ്. അപ്പം ഈ ആളുകൾ രാത്രി ആകുമ്പോഴത്തേക്ക് വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇടുക. അതായത് ബിയർ കുപ്പി, അതുകൂടാതെ തന്നെ മാലിന്യങ്ങൾ, ഇതെല്ലാം കവറിലാക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ ഉള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇവിടെ മരണപ്പെട്ടു. അപ്പോൾ ഇത് ഏതിൻ്റെ അതിർത്തിയാണെന്ന് പോലും ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇത് പോകുന്നത്. കാര്യം വെസ്റ്റ് വില്ലേജിൻ്റെ അതിർത്തിയാണോ ഈസ്റ്റ് വില്ലേജിൻ്റെ അതിർത്തിയിലാണോ നടക്കുന്നതെന്ന് അത് രണ്ടായിട്ട് ഇത് തരംതിരിച്ച് കൊടുത്തിട്ടില്ല. കാര്യം കായലിനിപ്പുറമായതുകൊണ്ട് ഈസ്റ്റാന്ന് പറയുന്നത്. ശരിക്കും പാലത്തിന് പകുതിക്ക് വെച്ച് 2 വില്ലേജുകൾ ചേരുന്നത് കൊണ്ട് ഇപ്പോൾ കായലിൻ്റെ പകുതിക്ക് വെച്ച് 2 വില്ലേജുകാർ അതിർത്തി പങ്കിട്ടെടുക്കുകയാണ് സാധാരണ പതിവ്. കൊല്ലം KSRTC മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലം ഇനി എങ്ങോട്ടെന്നില്ലാതെ കായലിന് നടുവിൽ നിർമ്മാണം നിലച്ച സ്ഥിതിയാണുള്ളത്. പണി പൂർത്തിയായ ഭാഗമാണ് നിലവിൽ വാഹനങ്ങൾക്കായും കാൽനടയാത്രക്കാർക്കായും തുറന്നു നൽകിയത്. എന്നാൽ രാത്രികാലങ്ങളിൽ പ്രകാശമില്ലാതെ ഇരുളടങ്ങിയ സ്ഥിതി തുടർന്നാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ജനം, കൊല്ലം.